എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 262 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ഇൻ എനി സ്ക്വയർ പിരമിഡ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ലാറ്ററൽ എഡ്ജ് ആർ ഇൻ ദി അരിത്മെറ്റിക് സീക്വൻസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സമചതുര സ്തൂപിക അല്ലെ, ഒരു സ്ക്വയർ പിരമിഡ്, അതായത് ഒരു സമചതുര സ്തൂപിക, അതിന്റെ ഉയരം അത് അല്ലെ, എച്ച് എന്ന് പറഞ്ഞ ഉയരം, അതുപോലെ തന്നെ എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചരിവ് ഉയരം, അതുപോലെ തന്നെ ലാറ്ററൽ എഡ്ജ് അല്ലെ, അതായത് പാർശ്വവക്ക്. അപ്പൊ ഇവയുടെ സ്ക്വയറുകൾ, ഇവയുടെ വർഗങ്ങൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സമാന്തര ശ്രേണിയിലാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ, അരിത്മെറ്റിക് സീക്വൻസിലാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഒന്ന് എച്ച് അല്ലെ, അപ്പൊ എച്ച് അല്ല, എച്ചിന്റെ സ്ക്വയർ അല്ലെ, അവയുടെ വർഗങ്ങൾ എന്ന് പറയുന്നത്, അതായത് അപ്പൊ എച്ച് സ്ക്വയർ, പിന്നെ എൽ സ്ക്വയർ, പിന്നെ ഇ സ്ക്വയർ അല്ലെ. അപ്പൊ ഇവയുടെ വർഗങ്ങൾ സമാന്തര ശ്രേണിയിലാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും, അതിന് എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ഡിഫറൻസ് അല്ലെ, പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഇതിൽ നിന്ന് ഇതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടിയാലാണ് ഇത് കിട്ടുക അല്ലെ, അതിന്റെ കൂടെ അതേ സംഖ്യ വീണ്ടും കൂട്ടണം, അങ്ങനെ എന്തായിരിക്കും, നമുക്കൊരു പൊതുവ്യത്യാസം ഉണ്ടാവും അല്ലെ, കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നോക്കിയാൽ ആദ്യത്തെ നമ്മുടെ ടൈം എച്ച് സ്ക്വയർ അല്ലേ. അപ്പൊ എച്ച് സ്ക്വയർ അങ്ങനെ തന്നെ എടുക്കട്ടെ, എച്ച് സ്ക്വയർ നമുക്ക് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എച്ച് സ്ക്വയർ തന്നെ കൊടുത്തു. ഇനി എൽ സ്ക്വയർ അല്ലെ, എൽ സ്ക്വയർ ആണ് എൽ സ്ക്വയർ. എൽ സ്ക്വയർ നോക്കിയാൽ ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും നമുക്ക് ഓർമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടുക? എൽ സ്ക്വയർ കിട്ടണമെങ്കിൽ എച്ച് സ്ക്വയറിന്റെ കൂടെ ശ്രദ്ധിക്കുക, എച്ച് സ്ക്വയറിന്റെ കൂടെ ഇതാണ് ഹൈപ്പോട്ടിനസ് അല്ലെ. അപ്പൊ എച്ച് സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടണം? a/2 അല്ലെ, അതിന്റെ സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ. അപ്പൊ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 അല്ലെ, അതിന്റെ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതാണ് എൽ സ്ക്വയർ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കിയാൽ ഈ സ്ക്വയർ ആണുള്ളത് അല്ലെ. അപ്പൊ ഈ സ്ക്വയർ, ഇനി ഈ സ്ക്വയർ നോക്കിയാൽ ഈ സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടാം? എൽ സ്ക്വയറിന്റെ കൂടെ a/2 ഹോൾ സ്ക്വയർ കൂട്ടണം അല്ലെ. അതായത് ഇത് കർണാണ്, അപ്പൊ ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ കിട്ടും അല്ലെ. അപ്പൊ ഈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഇനി ഇവിടേക്ക് നോക്കിയാൽ ഈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. എൽ സ്ക്വയർ എന്താണ് നമുക്കറിയാം, എന്താണ് എൽ സ്ക്വയർ? എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൽ സ്ക്വയറിന് പകരമായിട്ട് എന്തെന്ന് എഴുതിയാൽ മതി? എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയ എൽ സ്ക്വയറിന് പകരം ഇത് എഴുതി. ഇനി ബാക്കി ഇവിടെ ആരുണ്ട്? പ്ലസ് ഇവിടെ ഉണ്ട് അല്ലെ, a/2 ഹോൾ സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ a/2 ഹോൾ സ്ക്വയർ, അതായത് ഇവിടെ നോക്കിയ എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. ഇപ്പൊ നമുക്ക് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2x എന്ന് പറയും അല്ലെ. അതേ രൂപത്തിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് എന്തുണ്ട്? a/2 ഹോൾ സ്ക്വയർ ഉണ്ട്, അതായത് 2 × a/2 ഹോൾ സ്ക്വയർ അല്ലെ. ഇപ്പൊ നമുക്ക് എച്ച് സ്ക്വയർ കിട്ടി, എൽ സ്ക്വയർ കിട്ടി, ഇ സ്ക്വയർ കിട്ടി. ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയാൽ എച്ച് സ്ക്വയർ അല്ലെ, ആദ്യത്തെ നമുക്ക് എച്ച് സ്ക്വയർ, പിന്നെ എൽ സ്ക്വയർ പകരം നമുക്ക് എന്ത് എഴുതാം? എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. ഇനി നമുക്ക് ഈ സ്ക്വയർ പകരം നമുക്ക് എന്ത് എഴുതാം? എച്ച് സ്ക്വയർ പ്ലസ് 2 × a/2 ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കിയാൽ, സമാന്തര ശ്രേണിയാണെന്ന് നോക്കിയാൽ, ഇവിടെ ആദ്യത്തെ എച്ച് സ്ക്വയർ അല്ലെ, ആദ്യത്തെ ടൈം എച്ച് സ്ക്വയർ, അതിന്റെ കൂടെ എന്താണ് കൂട്ടുന്നത്? എച്ച് സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടി? a/2 ഹോൾ സ്ക്വയർ കൂട്ടി അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഒരു a/2 ഹോൾ സ്ക്വയർ കൂട്ടി. ഇനി ഇതിന്റെ കൂടെ എന്ത് കൂട്ടി? എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. ഇവിടെ നോക്കിയാൽ 2 a/2 ഹോൾ സ്ക്വയർ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഒരു a/2 ഹോൾ സ്ക്വയർ കൂട്ടി, ഇതിന്റെ കൂടെ ഒരു a/2 ഹോൾ സ്ക്വയർ കൂട്ടി. അപ്പൊ നമുക്ക് 2 a/2 ഹോൾ സ്ക്വയർ അല്ലെ. അടുത്താണെങ്കിലോ 3 a/2 ഹോൾ സ്ക്വയർ വരും അല്ലെ. അപ്പൊ നമുക്ക് ഇത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെ. അപ്പൊ കോമൺ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? a/2 ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ a/2 ഹോൾ സ്ക്വയർ ആണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. എ സ്ക്വയർ പിരമിഡ് ഈസ് ടു ബി മെയ്ഡ് വിത്ത് ദി ട്രയാങ്കിൾ ഷോൺ ഹിയർ ആസ് എ ലാറ്ററൽ ഫേസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഇവിടെ നോക്കിയ ഒരു സമപാർശ്വത്രികോണം അല്ലെ. അപ്പൊ ഈ സമപാർശ്വത്രികോണങ്ങൾ പാർശ്വമുഖങ്ങളായിട്ട് നമുക്ക് എന്തുണ്ടാക്കണം? ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. വാട്ട് വുഡ് ബി ഇറ്റ്സ് ഹൈറ്റ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഏതിന്റെ ഹൈറ്റ്? ഈ സ്തൂപികയുടെ ഹൈറ്റ് എന്തായിരിക്കും?
മനസ്സിലായി? അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് അല്ലെ ലാറ്ററൽ ഫേസ്, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ആ സ്തൂപികയുടെ ലാറ്ററൽ ഫേസിൽ, അത് 4 ലാറ്ററൽ ഫേസ് ആണല്ലോ, അത് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ത്രികോണത്തിന്റെ ബേസിന്റെ ലെങ്ത് നമുക്കറിയാം 30 സെന്റിമീറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്തൂപികയുടെ ബേസിന്റെ ലെങ്ത് എത്രയായിരിക്കും? പാദവക്ക് എന്തായിരിക്കും? പാദവക്കിന്റെ നീളം എ അല്ലെ, നമ്മൾ എ എന്ന് പറയും. എ ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ. അപ്പൊ എ നമുക്ക് കിട്ടി 30 സെന്റിമീറ്റർ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഈ ത്രികോണത്തിന്റെ ഈ സൈഡ് അല്ലെ, അതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ലാറ്ററൽ എഡ്ജ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ വശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ കുത്തനെ അല്ലെ, എങ്ങനെ ഇരിക്കുന്ന വശം, അതായത് ലാറ്ററൽ എഡ്ജ്. നമ്മൾ എന്താ പറയാ? പാർശ്വവക്ക് എന്ന് പറയും, പാർശ്വവക്ക് അല്ലെ, അതായത് ഈ നമുക്ക് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എ തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കിയാൽ അപ്പൊ എയും മിയും അറിയാൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, എയും ബിയും അറിയുകയാണെങ്കിൽ നമുക്ക് എച്ച് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം എന്ത് വേണം? ആദ്യം എല്ല് കണ്ടുപിടിക്കുക. എല്ല് കിട്ടിക്കഴിഞ്ഞാൽ എല്ലും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ആദ്യം നമുക്ക് എല്ല് കണ്ടുപിടിക്കണം അല്ലെ. അതായത് നമുക്കറിയാം എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ സ്ക്വയറിൽ നിന്ന് a/2 ഹോൾ സ്ക്വയർ കുറയ്ക്കണം അല്ലെ. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഈ നമുക്കറിയാം 25 ഈക്വൽ ടു 25 സ്ക്വയർ മൈനസ് a/2 30ന്റെ പകുതി 15 സ്ക്വയർ അല്ലെ. അപ്പൊ 25ന്റെ സ്ക്വയർ 625 മൈനസ് 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 400. അപ്പൊ എൽ സ്ക്വയർ 400 കിട്ടിക്കഴിഞ്ഞാൽ എൽ എന്ത് വരും? √400, അതായത് 20 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ 20 സെന്റിമീറ്റർ ആണ് എല്ല്. നമ്മോട് ചോദിച്ചിട്ടില്ല എല്ലല്ല എച്ച് ആണ് ചോദിച്ചിട്ടല്ലേ. അപ്പൊ എല്ല് കിട്ടി. ഇനി നമുക്ക് എല്ലും a/2 ഉപയോഗിച്ച് എച്ച് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എച്ച് സ്ക്വയർ, ഇനി അടുത്ത എച്ച് കണ്ടുപിടിക്കാൻ പോണ്. അപ്പൊ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? എൽ സ്ക്വയറിൽ നിന്ന് a/2 ഹോൾ സ്ക്വയർ കുറയ്ക്കണം അല്ലെ. എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ എന്ത് വരും? എൽ സ്ക്വയർ നമുക്ക് കിട്ടി 20. അപ്പൊ 20ന്റെ സ്ക്വയർ മൈനസ് a/2 30ന്റെ പകുതി 15ന്റെ സ്ക്വയർ. ഇപ്പൊ 20ന്റെ സ്ക്വയർ നമുക്കറിയാം 400 മൈനസ് 15ന്റെ സ്ക്വയർ എത്രയാണ്? 225. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 175 അല്ലെ. 175 നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, പൂർണ്ണവർഗമല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ എടുത്ത പണി എടുക്കേണ്ടി വരും അല്ലേ. 175 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ? 2 കൊണ്ട് പറ്റില്ല അല്ലേ. ഇനി 3 കൊണ്ട് വരും നോക്കിയാൽ 1 7 8 8 5 13 അല്ലെ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് 5 കൊണ്ട് പറ്റുള്ളൂ. 5 17 എത്ര 5 ഉണ്ട്? 3 × 5 15 അല്ലെ. 15 ബാക്കി 2 ഉണ്ട് 25. 5 × 5 25. ഇനി 35 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 5 35 അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ 175നെ ഇനി എച്ച് സ്ക്വയർ അല്ലെ. എച്ച് സ്ക്വയർ ആണ് 175. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു √175. അതായത് റൂട്ട് എങ്ങനെ എഴുതാം? 5 × 5 × 7 അല്ലെ. അപ്പൊ 2 5 ന്ന് 1 5 പുറത്ത് വന്നു. അപ്പൊ 5 വന്നു. ഇനി ഇവിടെ √7 അല്ലെ. 5 √7. അപ്പൊ ഇതുകൊണ്ട് നമ്മളൊരു സമചതുര സ്തൂപിക ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? ഈ സ്തൂപികയുടെ ഹൈറ്റ് എത്രയായിരിക്കും? 5 √7 സെന്റിമീറ്റർ. ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലെ. വാട്ട് ഇഫ് ദി ബേസ് എഡ്ജ് ഈസ് 40 സെന്റിമീറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 30 സെന്റിമീറ്റർ? അതായത് ഈ 30 സെന്റിമീറ്ററിന് പകരം ബേസ് എഡ്ജ് 40 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഹൈറ്റ് അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ 30ന് നമ്മൾ കണ്ടുപിടിച്ചു ഹൈറ്റ് 5 √7 എന്നായിരിക്കും. ഇനി നമുക്ക് 30ന് പകരം 40 ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഹൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കിയേ, 30ന് പകരം നമുക്ക് എത്ര ഇടാം? 40 എഴുതാം അല്ലെ. അപ്പൊ 40 40. ഇനി ഈ അതന്നെ അല്ലെ, ഈക്ക് വ്യത്യാസമില്ല 25. അങ്ങനെയാണ് നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വേണം? ആദ്യം എൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണം. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 25 സ്ക്വയർ മൈനസ് a/2 അല്ലെ. a/2 എന്ന് പറഞ്ഞാൽ 40, 40ന്റെ പകുതി. അപ്പൊ 20 സ്ക്വയർ. ഓക്കെ, അപ്പൊ എന്ത് വരും? എൽ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 625 അല്ലെ. അപ്പൊ 625 മൈനസ് 20ന്റെ സ്ക്വയർ 400 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 625 മൈനസ് 400 എന്ന് പറഞ്ഞാൽ 225.
അങ്ങനെയാണെങ്കിൽ എൽ എത്ര വരും? എൽ ഈസ് ഈക്വൽ ടു റൂട്ട് അല്ലേ, റൂട്ട് 225 ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ഇതാണ് എൽ നമുക്ക് കിട്ടിയത്. ഇനി ഇവിടെ നോക്കിയേ, എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് ആണ് അല്ലേ, ചെരിവ് ഉയരം. ചെരിവ് ഉയരം നമുക്ക് 15 സെന്റിമീറ്റർ ആണ് കിട്ടിയത് അല്ലേ. ഇവിടെ നമ്മുടെ ബേസിന്റെ നീളം നോക്കി എത്രയാണ്? 40. അതായത് 40ന്റെ പകുതിയേക്കാൾ കുറവാണ് അല്ലെ ചെരിവ് ഉയരം. എൽ എന്ന് പറഞ്ഞത് എയുടെ പകുതിയേക്കാൾ കുറവാണ് അല്ലെ. എയുടെ പകുതി എന്ന് പറഞ്ഞാൽ 20നേക്കാൾ കുറവാണ് അല്ലെ എന്ത്? എല്ല്. അപ്പൊ എന്തായാലും എൽ എത്ര വേണം? നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, എൽ എത്ര വേണം? എൽ ഇതിന്റെ പകുതിയേക്കാൾ കൂടുതൽ വേണം അല്ലെ, എങ്കിലേ ഹൈറ്റ് കിട്ടുള്ളൂ, എങ്കിലേ അതിന് ഹൈറ്റ് വരുള്ളൂ. ഇവിടെ ഹൈറ്റ് വരുമോ? വരില്ല. എന്താണ് കാരണം? ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ഈസ് ലെസ് ദാൻ അല്ലെ, കുറവാണ്. ഇതിനേക്കാൾ ഹാഫ് ഓഫ് ബേസ് എഡ്ജ് അല്ലെ, ബേസ് എഡ്ജിന്റെ പകുതിയേക്കാൾ കുറവാണ് സ്ലാൻഡ് ഹൈറ്റ് എൽ. അവിടെ ഹൈറ്റ് ഉണ്ടാവില്ല അല്ലെ, ഹൈറ്റ് കിട്ടില്ല. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എൽ എപ്പോഴും എന്ത് വേണം? ഈ ബേസിന്റെ ലെങ്തിനേക്കാൾ അതിന്റെ പകുതിയേക്കാൾ കൂടുതൽ വേണം. ഇവിടെ പകുതിയേക്കാൾ കുറവാണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എൽ കിട്ടിയല്ലോ, 15 കിട്ടിയല്ലോ. അപ്പൊ ഈ എൽ വെച്ച് നമുക്കൊന്ന് എച്ച് കണ്ടു നോക്കാം അല്ലെ. അപ്പൊ നോക്കിയാൽ എച്ച് സ്ക്വയർ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ എന്ത് വരും? എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ അല്ലെ, a/2 ഹോൾ സ്ക്വയർ ആണല്ലോ. അതെ, ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ 15ന്റെ സ്ക്വയർ മൈനസ് a/2 എത്രയാണ്? 40ന്റെ പകുതി 20 സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 15ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 225 മൈനസ് 20ന്റെ സ്ക്വയർ 400. അപ്പൊ 225 മൈനസ് 400 എത്രയാണ്? 175. എന്ത് 175? മൈനസ് അല്ലേ. നോക്കിയേ, അപ്പൊ എച്ച് സ്ക്വയർ മൈനസ് റൂട്ട് 175 അല്ലേ. അപ്പൊ എച്ചിന് വാല്യൂ ഉണ്ടാവോ? അല്ലെ, ഇത് നെഗറ്റീവ് അല്ലേ, വാല്യൂ ഉണ്ടാവോ? വാല്യൂ ഇല്ല അല്ലെ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞത്, ഇവിടെ ഇതിന്റെ പകുതിയേക്കാൾ കുറവായതുകൊണ്ട് അല്ലെ നമുക്ക് എന്ത് എഴുതാം? സ്ലാൻഡ് ഹൈറ്റ് ഈസ് ലെസ് ദാൻ ഹാഫ് ഓഫ് ബേസ് എഡ്ജ് അല്ലെ. അതുകൊണ്ട് ബേസ് എഡ്ജ് 40 സെന്റിമീറ്റർ ആയിക്കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. സോ വി കാൻറ്റ് മേക്ക് എ സ്ക്വയർ പിരമിഡ്. മനസ്സിലായോ? ഇത് വെച്ചിട്ട് നമുക്കൊരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ കഴിയില്ല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ താഴെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തുല്യമായ 4 സമപാർശ്വ ത്രികോണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുമെന്ന്? സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്താണ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് കാരണം? ഇതേ കാരണം തന്നെ. അതായത് ഈ ട്രയാങ്കിളുടെ ഉയരം അല്ലെ, ട്രയാങ്കിളുടെ ഉയരം എത്രയായിരിക്കണം? ഇതിന്റെ പാദവക്കിന്റെ നീളത്തിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. ദി ഹൈറ്റ് ഷുഡ് ബി മോർ ദാൻ ഹാഫ് ഓഫ് ദി ബേസ് എഡ്ജ് അല്ലെ. ബേസ് എഡ്ജിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം ഏതിന്റെ ഹൈറ്റ്? ഈ ത്രികോണത്തിന്റെ ഉയരം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ കിട്ടിയില്ലേ? ഇവിടെ കിട്ടി. എന്താണ് കിട്ടിയത്? ഉയരം ഇതിനേക്കാൾ കുറവാണ് അല്ലെ, ഇതിന്റെ പകുതിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല? ഒരു ത്രികോണം നിർമ്മിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വോളിയം ഓഫ് എ പിരമിഡ് അല്ലെ. ഒരു പിരമിഡിന്റെ വോളിയം, വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് 9ാം ക്ലാസ്സിൽ ഒരു പ്രിസം അല്ലെ, പ്രിസത്തിന്റെ അതായത് സ്തംഭത്തിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയാണ് നമുക്ക് വോളിയം കിട്ടുക? ഒരു സ്തംഭമാണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ അല്ലെ. ബേസ് ഏരിയ എന്ത് ചെയ്താൽ മതി? ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. ബേസിന് ഏതാണോ ആകൃതി, ഇപ്പൊ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, റെക്ടാങ്കിൾ ആണെങ്കിൽ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ, അതിന്റെ ഏരിയയെ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. എന്തിനാണെങ്കിൽ? ഒരു സ്തംഭമാണെങ്കിൽ അല്ലെ, ഒരു പ്രിസം ആണെങ്കിൽ. ഇനി ഇവിടെയാണെങ്കിൽ പിരമിഡ് ആണ് അല്ലെ. പിരമിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അതിന്റെ 1/3 ഭാഗമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ സ്തംഭത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. പിരമിഡ് ആവുമ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ, അതിന്റെ 1/3 ഭാഗം. അതായത് നമുക്ക് വോളിയം എന്ത് എഴുതാം? വോളിയം വ്യാപ്തം ഈസ് ഈക്വൽ ടു 1/3. കണ്ട, 1/3 ഭാഗം 1/3 ഓഫ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പൊ പിരമിഡ് ആവുമ്പോൾ ഈ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് തന്നെ, പക്ഷെ അതിന്റെ 1/3 ഭാഗം ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നല്ലവണ്ണം ഓർമ്മയിൽ വെക്കുക. ഒരു പിരമിഡിന്റെ വോളിയം ഈക്വൽ ടു 1/3 ഇൻറ്റു ബേസ് ഏരിയ അല്ലെ. ബേസ് ഏരിയയെ എച്ച് കൊണ്ട് ഗുണിക്കുക, അതിന്റെ 1/3. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 23 അല്ലെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത്. എന്താണ് ചോദ്യം? എ മെറ്റൽ ക്യൂബ് ഓഫ് എഡ്ജ് 15 സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻടു എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 25 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? അപ്പൊ ആ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം അല്ലെ. എന്താണ് ചോദ്യം? അതായത് മെറ്റൽ കൊണ്ട്, ലോഹം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സമചതുര
കട്ട അല്ലെ, ശ്രദ്ധിക്കുക, സമചതുര കട്ട, അതായത് മെറ്റൽ ക്യൂബ്. ഈ മെറ്റൽ ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 15 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉരുക്കി അല്ലെ, നമ്മൾ 9ാം ക്ലാസ്സിൽ ഇതേ ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത് ഉരുക്കിയിട്ട് എന്ത് ചെയ്തു? റീകാസ്റ്റ് ഇൻ ടു എ സ്ക്വയർ പിരമിഡ് അല്ലെ, ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കി. മനസ്സിലായല്ലോ. അപ്പൊ ക്യൂബ് മാറ്റിയിട്ട് ഉരുക്കിയിട്ട് പിരമിഡ് ഉണ്ടാക്കി. ഓഫ് ബേസ് എഡ്ജ് 25 സെന്റിമീറ്റർ, പാദവക്ക് 25 സെന്റിമീറ്റർ ഉള്ള ഒരു എന്തുണ്ടാക്കി? ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ സ്തൂപികയുടെ ഉയരം എന്തായിരിക്കും? ചോദ്യം മനസ്സിലായല്ലോ. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു ക്യൂബ് അല്ലെ, ക്യൂബ് ഉരുക്കിയിട്ട് എന്തുണ്ടാക്കി? അതുകൊണ്ട് ഒരു സ്തൂപിക ഉണ്ടാക്കി. അതിന്റെ ഹൈറ്റ് എത്ര? ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഉരുക്കിയാൽ ഒരു സാധനം ഉരുക്കിയിട്ട് മറ്റൊരു സാധനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വോളിയത്തിന് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല അല്ലെ. വോളിയം എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം അല്ലെ. നമ്മൾ 9ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഇതേ ടൈപ്പ് ചോദ്യം. അതായത് ഇവിടെ വോളിയം ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നോക്കിയാൽ വോളിയം ഓഫ് പിരമിഡ് എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് ക്യൂബ് അല്ലെ, ക്യൂബിന്റെ പിരമിഡിന്റെ വോളിയം ഈക്വൽ ആയിരിക്കും. വോളിയം ഓഫ് മെറ്റൽ ക്യൂബ് അല്ലെ. രണ്ടിന്റെയും വോളിയത്തിന് മാറ്റം ഉണ്ടാവില്ല, വോളിയം സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് വോളിയം ഓഫ് പിരമിഡ് അല്ലെ, വോളിയം ഓഫ് പിരമിഡ് നമുക്കറിയാം 1/3 ഇൻറ്റു ബേസ് ഏരിയ എന്ന് വെച്ചാൽ ബേസ് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ എ സ്ക്വയർ ഇൻറ്റു എച്ച്, ഇതാണ് വോളിയം ഓഫ് പിരമിഡ് അല്ലെ. എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് മെറ്റൽ ക്യൂബ് അല്ലെ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എ തന്നെ അല്ലെ. അതായത് ക്യൂബാണ് അല്ലെ, ക്യൂബാണ്, നീളവും വീതിയും ഉയരമൊക്കെ തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടിയത്? എ സ്ക്വയർ ഇൻറ്റു അതിന്റെ ഹൈറ്റും എ തന്നെ, സെയിം അല്ലേ. അതുകൊണ്ട് നമുക്ക് എ ക്യൂബ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് 1/3 ഇൻറ്റു എ സ്ക്വയർ അല്ലെ. അപ്പൊ പിരമിഡിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് പിരമിഡിന്റെ ഹൈറ്റ്? 25 അല്ലെ. അപ്പൊ 25 ഇൻറ്റു 25 അല്ലെ. പിരമിഡിന്റെ ഉയരാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇൻറ്റു എച്ച് സീക്വൽ ടു എ ക്യൂബ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ക്യൂബിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 15 അല്ലെ. അപ്പൊ 15 ഇൻറ്റു 15 ഇൻറ്റു 15. അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കുക അല്ലെ. എച്ച് ഈ സീക്വൽ എന്ത് വരും? ഇവിടെയുള്ളത് അതുപോലെ എഴുതി 15 ഇൻറ്റു 15 ഇൻറ്റു 15 എഴുതി. ഇനി എന്ത് വരും? ഇവിടെ ഇൻറ്റു ഇതാണ് അല്ലെ. അതായത് ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ ബൈ ആവും അല്ലെ, ബൈ ആവും. അപ്പൊ നമുക്ക് സാധാരണ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ ഇടുന്നു. ഹരിക്കണം എന്തായി മാറും? 1/3 ഇൻറ്റു 25 ഇൻറ്റു 25 ഇങ്ങനെ മാറും അല്ലെ. ഗുണിക്കണം എന്നുള്ളത് ഇത് ഹരിക്കണം എന്നായി. പക്ഷെ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഒരു ഫ്രാക്ഷൻ അല്ലെ, ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? മറിച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലെ. ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. ഹരിക്കൽ ഗുണിക്കലായി മാറും. എങ്ങനെയാണെങ്കിൽ 15 ഇൻറ്റു 15 ഇൻറ്റു 15 എഴുതി. ഇനി ഹരിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഗുണിക്കുന്നു അല്ലെ. ഗുണിക്കുന്നു എന്തുകൊണ്ട്? മറിച്ചിട്ടിട്ട്. അതായത് 3 മുകളിൽ പോയി ബൈ 25 ഇൻറ്റു 25. ഇനി നോക്കിയേ 25 അല്ലെ, 5 കൊണ്ട് ഹരിക്കാൻ പറ്റും 5 പ്രാവശ്യം, 15 3 പ്രാവശ്യം. ഇനി 25 5 അല്ലെ, എത്ര പ്രാവശ്യം? 15 3 പ്രാവശ്യം. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു 5 അല്ലെ, ഇവിടെ 15 3 പ്രാവശ്യം. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയ അവസാനം? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ. അപ്പൊ 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ, 4 3 കിട്ടി ബൈ അടിയിൽ 5. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27 അല്ലെ. അപ്പൊ 27 ഇൻറ്റു 3 എത്ര കിട്ടും? 3 ഇൻറ്റു 7 21, ബാക്കി 2, 3 2 6 2 8 അല്ലെ, 81 നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ എന്ത് തോന്നുന്നു? 81 ഹരിക്കണം 5. 81 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയേ, ഹരിക്കണം 5 അല്ലെ. 8 ഒരു പ്രാവശ്യം, 1 ഇൻറ്റു 5 5, ബാക്കി 3 31 അല്ലെ. 31 എത്ര ഉണ്ട്? 6 5 30, 6 ഇൻറ്റു 5 30, ബാക്കി 1 ഉണ്ട് അല്ലെ. 1 ഉണ്ട്, ഒരു 0 നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു പോയിന്റ് ഇട്ടു. 10 എത്ര 5 ഉണ്ട്? 2 5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? സീക്വൽ ടു 16.2 സെന്റിമീറ്റർ. അത് മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 263 ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദി വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 15 സെന്റിമീറ്റർ അല്ലെ. എന്താണ്? ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ് ചോദ്യം? പാദവക്ക് 10 സെന്റിമീറ്റർ, അതുപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റ് ചെരിവ് ഉയരം 15 സെന്റിമീറ്റർ ആയ ഒരു സമചതുര സ്തൂപികയുടെ വോളിയം എത്രയാണ്? ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എന്താണ്?
ബേസ് ഏരിയ അല്ലേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഒരു പിരമിഡിൻ്റെ അല്ലേ വോളിയം. ഇത് നമുക്കറിയാം. ബേസ് അല്ലേ, ബേസ് എന്താണ്, സ്ക്വയർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, സീക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ. ബേസിന്റെ ഷേപ്പ് സ്ക്വയർ ആയതുകൊണ്ട് എ സ്ക്വയർ, ബേസ് ഏരിയ എ സ്ക്വയർ ഇൻറ്റു എച്ച് അല്ലേ. അപ്പോൾ 1/3 എ സ്ക്വയർ എച്ച് എന്ന് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് എ കിട്ടണം, എച്ച് കിട്ടണം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയം കഴിഞ്ഞു അല്ലേ. അതിൽ എ എത്രയാണ്, നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ അല്ലേ, 10 സെന്റിമീറ്റർ. പാദവക്ക് 10 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്താ വേണ്ടത്, എച്ച് വേണം അല്ലേ, എച്ച് വേണം. പക്ഷെ എച്ച് നമുക്ക് തന്നിട്ടില്ല. അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, 15 സെന്റിമീറ്റർ അല്ലേ. എല്ല് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ, ഇതിൽ ഏതെങ്കിലും രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. ഇത് ഓർമ്മയുണ്ടെങ്കിൽ ഇത് ടൈപ്പ് ഏത് ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ എച്ച് തന്നതിന് പകരം എല്ല് തന്നു. നമുക്ക് എച്ച് ആവശ്യമുണ്ട് അല്ലേ. ഉടനടി ഇങ്ങോട്ട് നോക്കിയേ, എ അറിയാം, എൽ അറിയാം അല്ലേ, എച്ച് കണ്ടുപിടിക്കണം അല്ലേ. എട്ടടിക്ക് കിട്ടും. നോക്കിയാൽ എൽ അറിയാം, എ അറിയാം, എച്ച് കണ്ടുപിടിക്കാലോ. എച്ച് അപ്പം എങ്ങനെ കിട്ടും, എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയറിൽ നിന്ന് ഏത് കുറച്ചാൽ മതി, a/2 ഹോൾ സ്ക്വയർ കുറച്ചാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് സ്ക്വയർ, എച്ച് ആണ് നമുക്ക് വേണ്ടത്. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. എൽ നമുക്കറിയാലോ 15 സ്ക്വയർ മൈനസ് a/2 അല്ലേ. എയുടെ പകുതി 10ന്റെ പകുതി 5 സ്ക്വയർ. എന്ത് കിട്ടി, 15ന്റെ സ്ക്വയർ എത്രയാണ്, 225 മൈനസ് 5ന്റെ സ്ക്വയർ 25, അതായത് 200 അല്ലേ. 200 കിട്ടി. അപ്പോൾ എച്ച് എന്ത് വരും, എച്ച് ഈസ് ഈക്വൽ ടു അതിൻ്റെ റൂട്ട് അല്ലേ, റൂട്ട് 200. നമുക്കറിയാം ഇതെന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 200നെ അല്ലേ, 200നെ ഘടകങ്ങളാക്കാം. നോക്കിയാൽ 2 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ പകുതി 100 അല്ലേ. വീണ്ടും 2 കൊണ്ട് 50, വീണ്ടും 2 കൊണ്ട് എത്രയാവും, 25. വീണ്ടും നമുക്ക് 5 കൊണ്ടേ പറ്റുള്ളൂ, 5 കൊണ്ട് 5 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ 2ൽ നിന്ന് ഓരോരുത്തരെ പുറത്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ 2ൽ നിന്ന് ഒരാളെ പുറത്ത് വന്നു. ഇനി ഒരു 2 അല്ല, അതവിടെ എടുക്കട്ടെ. ഇവിടെ 2 5 ഇട്ട് ഒരു 5നെ പുറത്തെടുത്തു. ഇനി ബാക്കി ആരാ ഉള്ളത്, റൂട്ട് 2 അല്ലേ. അതായത് 5 ഇൻറ്റു 2 10 റൂട്ട് 2. ഇതാണ് എച്ച്. ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം അല്ലേ. വി ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എ സ്ക്വയർ എച്ച്, 1/3 ഇൻറ്റു എ സ്ക്വയർ 10. അപ്പോൾ 10 സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്, 10 റൂട്ട് 2. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നോക്കിയാൽ, മുകളിൽ 10 സ്ക്വയർ ഉണ്ട് അല്ലേ. പെട്ടെന്ന് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ നമുക്ക് പറ്റില്ല, 3 ഇടയിൽ. അതുകൊണ്ട് 10ന്റെ സ്ക്വയർ 100 ഇൻറ്റു 10 എത്രയാണ്, 1000 അല്ലേ. അപ്പോൾ 1000 ഇൻറ്റു റൂട്ട് 2. അപ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി, 1000 ഇൻറ്റു റൂട്ട് 2, 1000 റൂട്ട് 2 അല്ലേ /3. ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ബാക്കി നിങ്ങൾ ചെയ്യാനൊന്നും നിൽക്കണ്ട. ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഇതിലൂടെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.